അനേകരും സ്നാനപ്പെടുന്നു. മാനസാന്തര സ്നാനമല്ല ഉദ്ദേശിക്കുന്നത്. വിശ്വസിച്ചിട്ട് സ്നാനപ്പെടുമ്പോൾ അവനിൽ പരിശുദ്ധാത്മാവിനെ ദൈവം പകരുവാനിടയാകും. നമ്മിൽ ചിലരാണെ ഓർത്തേനെ പണ്ട് സ്നാനപ്പെട്ടതാണല്ലോ, പ്രൈസ് ദി ലോർഡ്, അതുകൊണ്ട് ഇനി ഒരു സ്നാനത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ പൗലോസ് ചോദിക്കുക, നിങ്ങൾ ഏത് സ്നാനമാണ് പെട്ടത്? എല്ലാ സ്നാനവും ശരിയായ സ്നാനമല്ല. ഇന്ന് അനേക ചർച്ചകളിൽ നോക്കിയാൽ സ്നാനപ്പെട്ടത് എന്തിനാന്ന് ചോദിച്ചാൽ പറയും ഗൾഫിൽ പോകാൻ വേണ്ടി സ്നാനപ്പെട്ടു, ഇല്ലേ അമേരിക്ക പോകാൻ വേണ്ടി സ്നാനപ്പെട്ടു, ഇല്ല നല്ല വിവാഹം നടക്കാൻ വേണ്ടി സ്നാനപ്പെട്ടു. എൻ്റെ അടുക്ക വന്നിട്ടുണ്ട് ഇതുപോലെ ഞാൻ ഒരാളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തിനാ സ്നാനപ്പെട്ടതെന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു ഒരാൾ പ്രസംഗിച്ചിട്ട് പറഞ്ഞു, വിദേശത്തോട്ട് വഴി തുറക്കണോ, സ്നാനപ്പെടണമെന്ന്. അപ്പോൾ സ്നാനപ്പെട്ടത് വിദേശത്ത് പോകാൻ വേണ്ടിയാണ് സ്നാനപ്പെട്ടത്. ഞാൻ പറഞ്ഞു, കുഞ്ഞെ സ്നാനപ്പെടേണ്ടത് അതിനല്ല, സ്നാനപ്പെടേണ്ട വസ്തുത ഇതാന്ന് പറഞ്ഞു സ്നാനത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. അപ്പോൾ ആ മകൻ കണ്ണുനീരോടെ എൻ്റെ അടുത്ത് പറഞ്ഞു, പാസ്റ്ററെ ഇപ്പോഴെനിക്ക് മനസ്സിലാകുന്നത് ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിനൊരു പരിഹാരം വേണം. ഈ പരിഹാരം വെളിപ്പെട്ടില്ലെങ്കിൽ ദൈവസിംഹാസനത്തിന് മുമ്പിൽ ന്യായാധിപ സഭ ഞാൻ നിൽക്കേണ്ടതായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എനിക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടണം. അവനെ ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി. ഇന്നവൻ ദൈവസഭയുടെ ഭാഗമാണ്.